നമസ്കാരം. ജമ്മു കാശ്മീരിലെ കത്വയിൽ കഴിഞ്ഞ ദിവസം നടന്ന ആക്രമണത്തെ തുടർന്ന് സുരക്ഷാസേന നടത്തിക്കൊണ്ടിരിക്കുന്ന അന്വേഷണത്തിൽ ഞെട്ടിക്കുന്ന വിവരങ്ങളാണ് പുറത്തുവരുന്നത്. കത്വയിലെ ദുർഘടമായ ഭൂപ്രകൃതിക്ക് നടുവിൽ സ്ഥിതി ചെയ്യുന്ന ഗ്രാമമായ സദോതയിൽ അടുത്തുള്ള ബദ്നോട്ടയിൽ സൈനിക വാഹനങ്ങൾക്ക് നേരെ മാരകമായ പതിയിരുന്ന് ആക്രമണം നടത്തുന്നതിന് 4 ദിവസം മുൻപ് ഒരു വയോധികയായ സ്ത്രീയുടെ വീട്ടിൽ ഭീകരവാദികൾ ബലമായി പ്രവേശിച്ചു. ഭീകരവാദികൾക്കുള്ള ഭക്ഷണം തയ്യാറാക്കാൻ അവരെ നിർബന്ധിച്ചു. അവരുടെ ആവശ്യങ്ങൾ പ്രകാരം ആ പ്രായമായ സ്ത്രീ 6 കിലോഗ്രാം പരിപ്പും പച്ചക്കറികളും റൊട്ടിയും പാകം ചെയ്തു. തോക്ക് ചൂണ്ടി ഭീഷണിപ്പെടുത്തിയ ഭീകരവാദികൾ ഉപജീവനത്തിന് ഒരു കുറവും ഇല്ലെന്ന് ഉറപ്പാക്കി. ഈ സമയത്ത് കുറഞ്ഞത് 15 ഭീകരവാദികളെങ്കിലും അവരുടെ വീട്ടിൽ അഭയം തേടിയതായി സുരക്ഷാസേന കണക്കാക്കാൻ തയ്യാറാക്കിയ ഭക്ഷണത്തിൻ്റെ അളവാണ് പ്രേരിപ്പിച്ചത്. തയ്യാറാക്കിയ ഭക്ഷണത്തിൻ്റെ അളവ് സൂചിപ്പിക്കുന്നത് 15 പാകിസ്ഥാൻ ഭീകരവാദികളെങ്കിലും അവരുടെ വീട്ടിൽ അഭയം പ്രാപിച്ചിട്ടുണ്ടാകുമെന്നാണ്. ഇങ്ങനെയാണ് മേഖലയിൽ നിലയുറപ്പിച്ച ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ വിശകലനം ചെയ്തത്. 4 ഭീകരവാദികൾ അടങ്ങുന്ന 2 വ്യത്യസ്ത സംഘങ്ങളാണ് കത്വയിൽ ആക്രമണം നടത്തിയത് എന്നാണ് ഇൻ്റലിജൻസ് നൽകുന്ന സൂചന. പതിയിരുന്നുള്ള ആക്രമണത്തെ തുടർന്ന് സൈന്യത്തിൻ്റെ തിരിച്ചടിയിൽ അവർ സമർത്ഥമായി പിരിഞ്ഞ് വനമേഖലയിലേക്ക് അപ്രത്യക്ഷമായി. 5 ധീരരായ ആർമി ഉദ്യോഗസ്ഥരുടെ ജീവൻ അപഹരിച്ച ഈ ഹീനമായ പ്രവൃത്തിയുടെ അനന്തര ഫലങ്ങളിൽ സുരക്ഷാസേന വലിയ തോതിലുള്ള ചോദ്യം ചെയ്യൽ ആരംഭിച്ചു. ഇത് ഒരു ടിപ്പർ ഡ്രൈവറെയും മറ്റ് 50 പേരെയും തീവ്രമായ ചോദ്യം ചെയ്യലിനായി കസ്റ്റഡിയിലെടുക്കുന്നതിലേക്ക് നയിച്ചു. സംശയം ഇപ്പോൾ സിവിലിയൻ ടിപ്പർ ഡ്രൈവർക്ക് നേരെ തിരിഞ്ഞിരിക്കുകയാണ്. അദ്ദേഹത്തിൻ്റെ പ്രവർത്തനങ്ങൾ കൾവർട്ടിലൂടെ കടന്നു പോകാൻ അഭ്യർത്ഥിച്ച് വാഹനവ്യൂഹം വൈകിപ്പിക്കാനുള്ള ബോധപൂർവമായ തന്ത്രമാണോ എന്ന് അധികൃതർ കർശനമായി അന്വേഷിക്കുകയാണ്. സമീപത്തെ ദൃക്സാക്ഷികൾ പതിയിരുന്ന് ആക്രമണം നടത്തുന്നതിന് നിമിഷങ്ങൾക്ക് മുൻപ് ടിപ്പർ ഈ പ്രദേശം മുറിച്ചു കടക്കുന്നത് കണ്ടു എന്ന് പറഞ്ഞത് കൂടുതൽ സംശയങ്ങൾക്ക് ഇടയാക്കി. ഇതുപോലുള്ള പ്രദേശങ്ങളിൽ മുൻഗണന സാധാരണ സൈനിക വാഹനങ്ങൾക്ക് നൽകിയിട്ടുണ്ട്. എന്നിട്ടും കടന്നു പോകാനുള്ള ഡ്രൈവറുടെ നിർബന്ധമാണ് സംശയത്തിൽ എത്തിക്കുന്നത്. ഏതായാലും ആ പ്രദേശവാസികളെയൊക്കെ സുരക്ഷാസേന ചോദ്യം ചെയ്യുകയാണ്. അപ്പോൾ മറ്റൊരു വാർത്തയുമായി വീണ്ടും കാണാം. നന്ദി.